അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഒരു മത്സ്യത്തെ എടുത്തിട്ട് പുറത്ത് കിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു മത്സ്യത്തെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്ത് കിട്ടാൽ അതിൻ്റെ അവസ്ഥ എന്താകുമോ? അതാണ് അള്ളാഹുവിൻ്റെ സ്മരണകളിൽ നിന്നൊഴിഞ്ഞൊരു ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നാണ്. ആ മത്സ്യം പിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ പിടക്കും, ആശങ്കകൾ കൊണ്ട്, അസ്വസ്ഥതകളെ കൊണ്ട്, അസമാധാനങ്ങളെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ, ഓർമ്മകളെ, ഈ തക്ബീറുകൾ ചൊല്ലുമ്പോൾ ആ തക്ബീറുകൾ അള്ളാഹുവിനെ സ്മരിക്കുക. പ്രാർത്ഥനയെക്കാളും വലുതാണ് ദിക്ർ എന്നെന്താ പണ്ഡിതന്മാർ പറയാൻ കാരണം? പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാൻ ആദ്യത്തിൽ ദിക്റുകൾ വേണം. മാത്രമല്ല അദ്കാറുകൾ പ്രാർത്ഥനകൾ കൂടെയാണെന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പറഞ്ഞു, വദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. സഹോദരങ്ങളെ, നിസ്സാരരായ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ പരമകാരുണികനായ അള്ളാഹുവിനെ ഓർത്താൽ, ആ അള്ളാഹ് എന്നെയും നിങ്ങളെയും ഓർത്താൽ ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രശ്നം? പക്ഷെ അതൊന്ന് നാവുകൊണ്ട് പറയാൻ, എൻ്റെ മനസ്സുകൾ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ എന്ത് ചെയ്യണം റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞു, നിന്റെ നാവ് എപ്പോഴും ആ ദിക്റുകളെ കൊണ്ട് പച്ചയായിരിക്കട്ടെ എന്നാണ്. രാവിലെ സുബഹി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് ചെല്ലാൻ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദിക്റുകൾ പൂർത്തിയാക്കി ഉറങ്ങാൻ പറ്റുമ്പോൾ അത് കിട്ടുന്ന ഒരു മനസ്സമാധാനവും മനസ്സന്തോഷവും പ്രധാനമാണെന്നാണ് ഖുർആൻ പറഞ്ഞു. നോക്ക് നിങ്ങൾ, നല്ല വാളുമായി ജീവനെടുക്കാൻ അപ്പുറത്ത് ശത്രുക്കൾ സംഘടിച്ച് നിൽക്കുമ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ? മരണത്തിൻ്റെ മുന്നിലല്ല, രോഗങ്ങൾക്ക് മുന്നിലല്ല, പ്രതിസന്ധികൾക്ക് മുന്നിലല്ല, ഒരു യുദ്ധത്തിൽ ശത്രുക്കൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു. നിങ്ങളൊരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, സ്ഥൈര്യത്തോടെ നിൽക്കുക. പിന്നെ വദ്കുറുല്ലാഹ കതീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ വിജയിച്ചേക്കാമെന്നാണ്. ലഅല്ലക തർല, എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടുക. ചൊല്ല സുഹൃത്തുക്കൾ, പിശുക്കില്ലാതെ ചൊല്ലുക. അവസാനം ദുൽഹജ്ജ് മാസത്തിൻ്റെ പിറവി കണ്ടത് മുതൽ തക്ബീർ ചൊല്ല. ഇനി അയ്യാമു തശ്രീഖിൻ്റെ അവസാനത്തെ അസർ വരെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ദിക്റുകളും തസ്ബീഹുകളും അതേപോലെ തന്നെ ഈ തക്ബീറുകളും ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റും. ആ ദിക്റുകളെ കൊണ്ടും തക്ബീറുകളെ കൊണ്ടും നമ്മുടെ മനസ്സ് ധന്യമാകുമ്പോൾ നമ്മൾ അറിയാത്തൊരു സന്തോഷവും സമാധാനം കിട്ടും. എന്താണ് അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനെ ഓർക്കാനും ഒന്നും മനുഷ്യന് പലപ്പോഴും പറ്റാത്ത എന്ത് കാര്യം? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാലോ, ഒരു നല്ല ഇസ്ലാമിക വേഷത്തിലൊരു സഹോദരി എല്ലാം മറച്ച് പുറത്തിറങ്ങിയാൽ അതൊക്കെ ഏതോ 6-ാം നൂറ്റാണ്ടിലുള്ളതാണെന്നാണ് മനസ്സിൽ വിചാരിക്കും. ദീനൊക്കെ കൊണ്ടിടക്കണമൊക്കെ പഴഞ്ചൻ. പിന്നെ പുരോഗമനം എന്ന് പറഞ്ഞാലോ, ദീനിൽ നിന്ന് എത്ര സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും, അതൊക്കെയാണ് പുരോഗമനം എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലും അതൊക്കെ അന്തല്ലാത്തതുകൊണ്ട് നമ്മളെ പിതാക്കൾ ചെയ്തതാണ്. അതാ പറഞ്ഞത്, അസ്ഹാബുൽ ജന്ന ഒരു തോട്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. ആ കാരണവരെന്താ വെച്ചാൽ കൃഷി എടുക്കുമ്പോഴൊക്കെ അതിന് എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഈ പാവപ്പെട്ടവരൊക്കെ വന്ന് പാടവരമ്പത്ത് വന്ന് കാത്തു നിൽക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ കൈയ്ക്ക് കിട്ടിയപ്പോൾ അവർക്ക് തോന്നി എന്ത്, ഇതിപ്പോൾ വാപ്പാക്ക് അന്തല്ലാത്തതുകൊണ്ട് ചെയ്യാണെന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ കൃഷിക്ക് സമയത്ത് പാവപ്പെട്ടവർ വരാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു പറയുങ്ങൾ? അവർ അതിരാവിലെ പോയിട്ട് ആളുകൾ എത്തും മുമ്പ് കൊയ്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അള്ളാഹ് എന്ത് ചെയ്തു? പടച്ചോൻ അതങ്ങോട്ട് കൊയ്ത് നശിപ്പിച്ച പോലെ ആക്കി. ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. അതാണ് നമ്മുടെ മുമ്പ് ചെയ്തവർ ആ നന്മകളൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുക. സഹോദരങ്ങളെ, നല്ല ഇസ്ലാമികമായ വസ്ത്രധാരണത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് പോകുന്നുണ്ട്. ആണിനും പെണ്ണിനും ഒരേ വേഷം. അതാണെന്ന് രാവിലെ വരെ തുറന്നു കിടക്കുന്ന നമ്മുടെ തുണിക്കടകളിലൊക്കെ ആണിനും പെണ്ണിനും ഒരേ ടീഷർട്ടാണ്, ആണിനും പെണ്ണിനും ഒരേ വസ്ത്രമാണ്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മാറണം നമ്മൾ. 4 വയസ്സായ ഒരു പിഞ്ചു പൈതലിനെ ആരാണ്? ചെറിയച്ഛനാണ് എന്ത് ചെയ്ത് പീഡിപ്പിച്ചത്? ആലോചിക്കണം നിങ്ങൾ. നമ്മുടെ കുട്ടികൾ സ്വന്തം വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് പറയണം. മുസ്ലിങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള ഒരു നാട്ടിലൂടെ യാത്ര ചെയ്ത ഒരു സഹോദരി അവിടെ അനുഭവം പറയണം. എന്താ അനുഭവം എന്നറിയും? അവർ ചെറിയ തട്ടം ചുറ്റിക്കെട്ടിയപ്പോഴേക്കും ആ വ്യതിരിക്തത, ഹോട്ടലിൽ കയറി ചോദിക്കും, നിങ്ങൾക്ക് ഹലാൽ ഫുഡല്ലേ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ന് പറയുന്നതും വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടു കൂടെയും ആ വേഷത്തെ കാണും. എന്തിനാണ് ആ വേഷം? എന്തിനാണ് സുഹൃത്തുക്കളെ വേഷം? എന്തിനാണ് കൈ മുഴുവൻ മറയുന്നത്? എന്തിനാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് നമ്മൾ മറക്കുന്നത്? നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾ പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് പറയണം. ആരോട്? സ്വന്തം വീട്ടുകാരോട്, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം,
സത്യവിശ്വാസികളായ അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ച മുഴുവൻ ആളുകളോടും പറയണം എന്ത്? യുദ്നേന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബുകളെ. അള്ളാഹ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഗൗണാണ്. ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുന്ന അയഞ്ഞ വസ്ത്രം, അത് താഴ്ത്തിടാൻ പറയണം എന്നാണ്. ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മുസ്ലിം സഹോദരിയുടെ വസ്ത്രം. അവരെ തിരിച്ചറിയാൻ അതാണ് നല്ലത്. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മളെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ, അവർ ദ്രോഹിക്കപ്പെടുമ്പോൾ, അവരുടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല. പടച്ചോൻ പറഞ്ഞോടത്ത് നിൽക്കാൻ തീരുമാനിക്കണം. ഈ പുതിയ പെരുന്നാളിൻ്റെ വസ്ത്രം എടുത്തപ്പോഴും 1000ങ്ങളും 10,000ങ്ങളും കൊടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വാങ്ങിയ സുഹൃത്തുക്കളെ. ആണിന് 3 വസ്ത്രമുള്ളൂ മരിച്ചാൽ, പെണ്ണിന് 5 വസ്ത്രമുണ്ട്. എന്തിനാ? മയ്യത്തായി കഴിഞ്ഞാൽ എന്തിനാണ് 5 വസ്ത്രം? ഒരു പെണ്ണിൻ്റെ അവസാനം അവൾ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പോലും അവൾക്ക് വേഷത്തിൽ വ്യത്യാസമുണ്ട്. അത് കാത്തു സൂക്ഷിച്ചോ. കൈപിടിച്ചു വന്ന പെൺമക്കളെ, അത് ആലോചിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളുടെ പണം കൊണ്ടല്ലേ അള്ളാഹു തന്ന പണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ വിനിയോഗിക്കുന്നതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് വളരെ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ് എന്ത് ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുക അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തൊരു കാരണം കൂടെ ഉണ്ട്. എന്താ അറിയോ? അത്യാവശ്യമൊക്കെ ജീവിക്കാൻ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ പെൻഷൻ ഉണ്ടാവും, ശമ്പളം ഉണ്ടാവും, ഒരു കച്ചവട പീടി ഉണ്ടാവും. അങ്ങനെ അത്യാവശ്യം ഞാൻ ഇനി അങ്ങനെ തട്ടിമുട്ടാതെ പോകുമെന്ന് തോന്നുമ്പോഴേ ആ വിനയവും അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള മനസ്സൊക്കെ പോകും. അല്ല എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. തോട്ടമുണ്ട്. തോട്ടം വെറും തോട്ടമല്ല സുഹൃത്തുക്കളെ. ആ തോട്ടം എന്താണ്? ഈത്തപ്പനയുടെ തോട്ടം, മുന്തിരികളുടെ ഇടകൃഷിയുള്ള നല്ല മനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. വെള്ളം കിട്ടുന്ന കാലത്തോളം കൃഷി നശിക്കുന്ന പ്രശ്നമില്ല. അപ്പം എന്തേ മനസ്സിക്ക് വന്നത്? ഈ കൃഷിയും പരലോകവും തമ്മിൽ എന്താ ബന്ധം? അയാളെ മനസ്സിൽ വന്നത് എന്താ? പരലോകമൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കില്ല. അതൊന്നും ബേജാറായി ജീവിക്കാൻ വയ്യാൻ. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളെയൊക്കെ ഇവിടെ പട്ടിണി കിട്ടപ്പോൾ സമൃദ്ധമായൊരു തോട്ടം തന്ന പടച്ചോൻ ഇന്നെ അവിടെ വെറുതെ ആക്കൂലാന്ന്. നമ്മളെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതുണ്ട് ഇല്ലേ? അനുജന്മാർക്കില്ലാത്ത, ജ്യേഷ്ഠന്മാർക്കില്ലാത്ത, അയൽവാസിക്കില്ലാത്ത കാറും പത്രാസും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് കുടുങ്ങൂല, പരലോകത്ത് കുടുങ്ങൂല. അങ്ങനെ ഒരു തോന്നലുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ആ പാവപ്പെട്ടവനോട് പറഞ്ഞു, വലിയ അഹങ്കാരമൊന്നും പറയണ്ടടാ, നിനക്ക് തന്നതിനേക്കാളും എനിക്ക് തരാനും നിന്നെ ഒന്നുമല്ലാത്തവനാക്കാനും കഴിയുന്ന ഒരുത്തൻ മേലെ നോക്കി ഇരിപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരിച്ചു വാങ്ങാൻ പറ്റും സുഹൃത്തുക്കളെ, തിരിച്ചു വാങ്ങാൻ പറ്റും. കോടികൾ വില വരുന്ന വീടുകൾ വിൽക്കുന്ന, ലോട്ടറി പോലെ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ? എന്തിനാ വിൽക്കുന്നത്? കുറച്ചൊക്കെ തട്ടിപ്പുകളുണ്ടെങ്കിലും ഈ കോടിയുള്ളവൻ തൻ്റെ മുഴുവൻ സാധനങ്ങളും, അത് വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ സാധനങ്ങൾ ലോറി കയറ്റിയിട്ട് ഇനി എവിടെ ഇത് ഇറക്കുക എന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ നിമിഷങ്ങൾ മതി സഹോദര. അതുകൊണ്ട് വിനയപ്പെട്ട് ജീവിക്കാം, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാം. അത് കുറുനി അത് കുറുക്കും. നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് സുഹൃത്ത്. എന്തൊക്കെ സന്ദേശങ്ങളാണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നത്. ഒന്ന്, ഈദുൽ ഫിത്തറിന് കണ്ടില്ല നിങ്ങൾ? അരി കൊണ്ട് നിറഞ്ഞു നമ്മുടെ വീടുകളൊക്കെ. അങ്ങനെയാണ്. ഒരു മാസം പട്ടിണിയില്ലാതെ ജീവിച്ചിട്ടുണ്ടാവും ഈദുൽ ഫിത്തർ സക്കാത്തിൻ്റെ അരി കിട്ടിയ ആൾക്കാർ. ഇന്ന് നമ്മൾ ബലി നൽകുകയാണ്. 10, 14, 15 ഓരോ പള്ളിക്ക് കീഴെ അയച്ചിട്ട് എല്ലാവർക്കും 5 കിലോ 10 കിലോ ഒക്കെ കിട്ടുന്നു പാവപ്പെട്ടവർക്ക്. അത് വലിയ കാര്യമില്ലേ സുഹൃത്തുക്കളെ? മൃഗങ്ങളെ കൊല്ലുകയാണോ എന്നാണ് വലിയ പ്രകൃതി സ്നേഹികൾ ചോദിക്കണം. ഈ ഈദിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഒരു ദിവസം ലോകത്ത് കൊല്ലപ്പെടുന്ന കോഴികൾ എത്രയാണ്? അത് ജീവനല്ല. അതൊക്കെ ഇവിടുത്തെ ധനാഢ്യന്മാരും സമ്പന്നന്മാരും തിന്നുമ്പോൾ, പാവപ്പെട്ടവരൊരു കഷ്ണം മാംസം തിന്നുമ്പോൾ എല്ലാവരുടെയും ദേശീയതയും പരിസ്ഥിതി സ്നേഹവും ഒക്കെ ഉണർന്നു വരികയാണ്. അള്ളാഹു വെറുതെ നിശ്ചയിച്ചല്ല, എന്നും സമൃദ്ധമായി തിന്നുന്ന കൂട്ടത്തിൽ ഒരു മാംസം വാങ്ങി കഴിക്കാൻ പറ്റാത്തവന് സമൃദ്ധമായി തിന്നാൻ മാംസം മാത്രമല്ല 3 ദിവസം അക്കലും ഷുർബിൻ, തിന്നാനും കുടിക്കാനും 3 ദിവസം തന്നുകയാണ് പടച്ചോൻ. അതുകൊണ്ട് അതൊരു വലിയ സന്ദേശമാണ്. എന്താ സുഹൃത്തുക്കളെ? നമ്മൾ ഉഷാറായി മക്കളെ കൂട്ടി ഹോട്ടലിൽ കയറി 3000 രൂപ ബില്ല് കൊടുക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ അയൽപക്കത്തുണ്ടല്ലോ എന്നാലോചിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാസത്തിലൊരു ചെറിയ സംഖ്യ, ദിവസത്തിലൊരു ചെറിയ സംഖ്യ നമ്മളെ മക്കൾ തിന്നുന്ന പോലെ മറ്റുള്ളവർക്കും തിന്നാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറ്റാൻ, രോഗങ്ങളിൽ നിന്നും വേദനകൾ അകറ്റാൻ, നമ്മുടെ പോക്കറ്റിലെ സമ്പത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്ന വലിയ സന്ദേശം, ആ സമർപ്പണത്തിൻ്റെ സന്ദേശം യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിലുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം. നമ്മളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയില്ല, വലിയ സന്തോഷമല്ലേ?
ഞാൻ പറഞ്ഞത് ഈ ഈദ്ഗാഹാണ് കഴിഞ്ഞ് നമ്മളൊക്കെ നമുക്ക് കാണാത്ത, എത്രയോ വർഷങ്ങളായി കാണാത്ത ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും ഇവിടെ വെച്ചിട്ട്. അള്ളാഹു ആ ബന്ധങ്ങൾക്ക് നൽകിയ പ്രാധാന്യം, പോകുമ്പോൾ ഒരു വഴിക്കും തിരിച്ചുവരുമ്പോൾ ഒരു വഴിക്കും എന്നത് ആ ബന്ധങ്ങളാണ്. എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കണം സുഹൃത്തുക്കൾ. എല്ലാ ബന്ധങ്ങളും പിണക്കി കുറേ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? സംഘടനകളുടെ പേരിൽ, അതേപോലെ തന്നെ സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ കുറേ ശത്രുക്കൾ ഉണ്ടാക്കി. അല്ല, ശത്രുക്കളല്ലാണ്ടാവും. ഒരിക്കലൊന്ന് പുഞ്ചിരിച്ച് കൈ കൊടുത്തവന്, ഒരിക്കൽ മാത്രം ഒന്ന് പുഞ്ചിരിച്ച് കൈ കൊടുത്തവന് നമ്മുടെ മരണ ഫോട്ടോ കാണുമ്പോൾ ഒരു ഓർമ്മ, ഇയാളെ ഞാനന്ന് പള്ളിയിൽ നിന്ന് കണ്ട ആളാണല്ലോ, അയാൾ അവിടെ ലീവാക്കി വണ്ടിയെടുത്ത് പള്ളിയിൽ വന്ന് നിങ്ങളുടെ ജനാസക്ക് പിന്നിൽ നിൽക്കും. അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാക്കണം. എല്ലാവരെയും പിണക്കി എല്ലാവരോടും ദേഷ്യപ്പെട്ട് ആരുമില്ലാതെ ഒരു 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചപ്പോഴേക്ക് കുറേ ശത്രുക്കളെ ഉണ്ടാക്കിയാൽ സുഹൃത്തുക്കളെ, അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ ആളില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അതുകൊണ്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ, ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ ഓൻ്റെ നമ്പർ എടുത്ത് വിളിക്കും സുഹൃത്തുക്കളെ. എന്നിട്ട് പറയും, പെരുന്നാളൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവെച്ച് ചെയ്യ്, അടുത്ത പെരുന്നാൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയാൻ ഇന്നത്തെക്കാളും നല്ലൊരു സമയം വേറെയില്ല സുഹൃത്തുക്കളെ. മറ്റൊരു കാര്യം എന്താ പറയുക, ഏറ്റവും വലിയ സന്ദേശമാണ്, ആർത്തവകാരികളായ സ്ത്രീകളെ കൂടെ കൂട്ടിപ്പോണം പള്ളിക്ക് എന്നാണ് അള്ളാഹു റസൂൽ കൽപ്പിച്ചത്. ഉമിർനാ അൻ നുഖ്രിജൽ ഹുയ്യദ യൗമൽ ഈദൈൻ, എൻ്റെ ഈദിനും ആർത്തവകാരികളെ കൂട്ടി പുറപ്പെടാൻ റസൂൽ ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പം ഞങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിലോ റസൂലെ, പള്ളിക്കൊക്കെ പോകാൻ ഞങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിലോ എന്നാണ്. എന്താണ്? ലിതൽബിസ്ഹാ സ്വാഹിബതുഹാ മിൻ ജിൽബാബിഹാ, ജിൽബാബ് വായ്പ മേടിച്ച് പോകട്ടെ എന്നാണ് പള്ളിക്ക്. എന്താ സന്ദേശം സുഹൃത്തുക്കളെ? നമ്മളെ മക്കൾ നമ്മളൊപ്പം വേണം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ നമ്മളൊപ്പം വേണം. അവൾക്ക് അറിയില്ല പള്ളി എന്താണെന്ന് അറിയില്ല. ഇതുവരെ ഒന്ന് മനസ്സമാധാനത്തോടെ ഈ സഫിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഇത്ര കാലം നമ്മളെ കൂടെ ജീവിച്ചിട്ട് അവൾക്ക് പറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ. പോക്ക് നിർബന്ധമൊന്നുമല്ല, പക്ഷെ വന്നോട്ടെ. നമ്മളെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ആ സഫിലൊക്കെ ഇരുത്തിയാൽ അത് വലിയ അനുഭവമാണ്. കാരണം നാളെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ അവരെ കൈപിടിച്ച് വേണം നമുക്ക് പോവാൻ. അതുകൊണ്ട് കൂട്ടിപ്പിടിച്ചെങ്കിലേ അവർ കൂടെ വരൂ, കൂട്ടിപ്പിടിച്ചെങ്കിലേ അവർ കൂടെ വരൂ. അതുകൊണ്ട് പുതുവസ്ത്രമിട്ട് നമ്മുടെ മക്കൾ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പുതുവസ്ത്രത്തോടു കൂടെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കവാടങ്ങൾ കടന്നു പോകാൻ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ ആലോചിക്കണം. വലിയ സന്ദേശങ്ങളാണ് ഈ ഈദ്ഗാഹ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. പ്രധാനമാണ് സുഹൃത്തുക്കളെ. ജീവിതത്തിൽ നമുക്കെന്ത് ഭയപ്പെടാൻ? ഹസ്ബുനല്ലാഹ്, അല്ലല്ലേ നമുക്ക്. ഭൗതികമായ എല്ലാ കാരണങ്ങൾക്കും അപ്പുറത്ത് നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് അതുപോലെ തിരിച്ചടച്ചു. മനസ്സിലായി? പിന്നീടുള്ള ടെസ്റ്റുകളിൽ ഒന്നും കണ്ടില്ലെന്നാണ്. സ്വന്തം മക്കൾ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണ്ടേ സുഹൃത്തുക്കളെ? അവർ തന്നെ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ വാപ്പനെ കിട്ടി. അത് സംഭവിക്കും, വിശ്വസിച്ചോളി. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചു, അങ്ങനെ സംഭവിക്കും. മക്കളെ പറയണത് എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകൾ കയ്യിൽ വെച്ച് ആ മക്കൾ നേരിട്ട് പറഞ്ഞ കാഴ്ച ഞാൻ വെറുതെ പറയല്ല, അള്ളാഹുവിന് പറ്റും. ആ വിശ്വാസത്തോടെ ചോദിച്ചാൽ മതി, എന്തും ചോദിച്ചോളൂ, അവൻ തരും. ഉദ്ഉനി അസ്തജിബ് ലക്കും. പറ്റില്ല സുഹൃത്തുക്കളെ, നമ്മുടെ പിഞ്ചോമന പൈതങ്ങളെ ഒരു വൈകല്യമില്ലാതെ പടച്ചോൻ തന്നിട്ട് പിന്നെ കാവലിനൊരു ചരട് കെട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരല്ല, ആ ചരടിലാണ് തവക്കുൽ. ഒരു നിസ്സാരമായ ചരടിൻ്റെ വില പോലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് നൽകാത്തവന് അള്ളാഹു എന്ത് നൽകാനാണ് സുഹൃത്തുക്കളെ? ഒന്നും നൽകൂല. അവിടെ പടച്ചോനോട് ചോദിക്കുക. എല്ലാം ദീനിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക പ്രകാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അർത്ഥവത്തായി ചൊല്ലാൻ നമുക്ക് തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴേ ഈ തക്ബീർ അങ്ങനെ ചൊല്ലാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പാലിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് അവൻ്റെ കൽപ്പനകളെ അതുപോലെ അനുസരിച്ച് എല്ലാ പരിഹാസങ്ങളെയും, ദീൻ്റെ പേരിലെ എല്ലാ പരിഹാസങ്ങളെയും ഒരു ജിഹാദായി ഏറ്റെടുത്ത് ശരിയായ ഇസ്ലാമിക വ്യക്തിത്വത്തോടുകൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ജീവിക്കുവാനുള്ള മനക്കരുത്ത്, അതല്ലേ സുഹൃത്തുക്കളെ സ്വന്തം മകനെ നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകൾ, തീക്കുണ്ടത്തിലേക്ക് അള്ളാഹുവിന് വേണ്ടി എടുത്തു ചാടാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകളിൽ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു വേദന, എന്തെങ്കിലും ഒരു പരിഹാസം, എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞാൽ ഉലുഹിയത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും അതിനോട് സഹകരിക്കാം. അറിവിൽ കൂടിയവരും കൂടാത്തവർക്കും ഒക്കെ സഹകരിക്കാൻ ധാരാളം ആളുകളുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഉരുവിന് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ശരിയായ രൂപത്തിൽ വലിയ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെയെല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവും.